നമസ്കാരം. ഇന്നലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വാർത്ത ഏഷ്യാനെറ്റിൽ ഞാൻ കണ്ടു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 19 വയസ്സുള്ള ഒരു പയ്യൻ, വിദ്യാർത്ഥി, ഒരു യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കടന്നു പിടിക്കാനും ഉപദ്രവിക്കാനും ശ്രമിച്ചു. വെറുതെ അല്ല, ആ സ്ത്രീ ജോലി കഴിഞ്ഞ് മടങ്ങി പോകുന്ന വഴിയിൽ കുറേ ദൂരം അവരെ പിന്തുടർന്ന് ആരുമില്ലാത്ത ഒരു സ്ഥലമെത്തിയപ്പോൾ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഈ പയ്യൻ ദിവസവും ഈ സ്ത്രീയെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു സാഹചര്യത്തിന് വേണ്ടി ദിവസങ്ങളായി കാത്തിരുന്നതാവാം. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയം എപ്പോഴാണ്, ഏതുവഴിയാണ് നടന്നു പോകുന്നത്, ആളൊഴിഞ്ഞ സ്ഥലം ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചായിരിക്കാം. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിന്റെ പുറത്ത് അവൻ ചെയ്തതുമായിരിക്കാം. ഈ ഒരു വിഷയം എങ്ങനെയാണ് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ കുറച്ച് കാലങ്ങളായിട്ട് ആളുകൾക്കിടയിൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ചെറുപ്പക്കാർക്കിടയിലാണ് കൂടുതലായിട്ടും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൻറ്റി ലവർ എന്നുള്ള ഒരു ആശയം. ആൻറ്റിമാരെ, അതായത് ആൻറ്റി എന്ന് നമ്മൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് നമ്മളെക്കാളും കുറച്ചധികം പ്രായത്തിന് മൂത്ത ആളുകളെയാണ്. അല്പം പ്രായത്തിന് മൂത്തവരാണെങ്കിൽ നമ്മൾ ചേച്ചി എന്നോ ചേട്ടാ എന്നോ വിളിക്കുകയുള്ളൂ. കുറച്ചുകൂടി നല്ല രീതിയിൽ മുതിർന്ന ആളുകളെയാണ് നമ്മൾ ആൻറ്റി, അങ്കിൾ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആൻറ്റിമാരെ ആണ് ഇഷ്ടം, ആൻറ്റിമാരാണ് കുറച്ചുകൂടി നല്ലത്. അതുകൂടാതെ തന്നെ ചില പ്രത്യേക എഴുത്തുകാരുടെ ലേഖനങ്ങൾ കൂടി ഞാൻ കുറച്ച് വായിക്കാനിടയായിട്ടുണ്ട്. അതായത് നമ്മളെക്കാൾ പ്രായത്തിന്, ആൺകുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളെക്കാൾ വളരെ മുതിർന്ന സ്ത്രീകളുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയാൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധിജീവികളും ഉണ്ട് ഇവിടെ. ഈ ഒരു ആശയം തന്നെയാണ് ഇപ്പോൾ പടച്ചുവിടുന്ന AI വീഡിയോകളിലും ഉപയോഗിക്കുന്നത്. ചെറുപ്പക്കാരായ പെൺകുട്ടികളെക്കാൾ വളരെ മുതിർന്ന സ്ത്രീകളെയാണ് ഇവർ ഈ ആവശ്യമില്ലാത്ത ഡയലോഗുകൾ പറയിക്കാനും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ചിലരിങ്ങനെ ഫോട്ടോയൊക്കെ പങ്കുവെച്ചുകൊണ്ട് എന്നോട് സൗഹൃദം കൂടാമോ എന്നൊക്കെ ചോദിക്കുക. അതിൽ പ്രത്യേകം അവർ എഴുതിയിട്ടുണ്ട്, എനിക്ക് 40 വയസ്സാണ്, എനിക്ക് 35 വയസ്സ് കഴിഞ്ഞു, എനിക്ക് 42 വയസ്സാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൺകുട്ടികളെ അല്ലെങ്കിൽ പുരുഷന്മാരെ ആകർഷിക്കാത്തക്ക വിധത്തിലുള്ള വസ്ത്രധാരണമൊക്കെ നടത്തി, ശരീരപ്രദർശനമൊക്കെ നടത്തി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള ആശയം? സമൂഹത്തിലെ ഓരോ ട്രെൻഡുകളുണ്ടല്ലോ, അതുപോലെ തന്നെ സമൂഹം വളരെയധികം സ്വീകരിക്കുന്ന ചില സിനിമകളുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു നേരം പോക്ക്, ആരുടെയൊക്കെയോ ഒരു ക്രിയേറ്റിവിറ്റി എന്ന് ചിന്തിച്ചാൽ പോരാ, അപ്പോഴുള്ള കാലഘട്ടത്തിൻ്റെ സമൂഹ ചിന്താഗതിയുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. അവർക്ക് എന്താണ് വേണ്ടത് എന്നറിഞ്ഞ് വിളമ്പുന്ന ഒരു സംഗതിയായിട്ട് കൂടി നമ്മളതിനെ കണ്ട് അതിൻ്റെ ഗൗരവം അതിന് കൊടുക്കണം. ഞാനൊരു വിഷയം, അധികമാരും സമ്മതിക്കാത്ത, അധികമാരും ശ്രദ്ധിക്കാത്ത, സംസാരിക്കാത്ത ഒരു വിഷയം ഞാൻ പറയാം. ആൺമക്കളുള്ള അമ്മമാർ, മക്കൾക്ക് 14, 15, 16 വയസ്സൊക്കെ ആയിരിക്കും. ഞാൻ ഈ പറയുന്നത് അത്രയും 20 വയസ്സിന് താഴെയുള്ള ആളുകളുടെ കാര്യം കേട്ടോ. ഈ വിഷയത്തിലും 19 വയസ്സാണ് ഈ പയ്യനുള്ളത്. അപ്പോൾ 16, 14, 15, 17 വയസ്സൊക്കെയുള്ള സ്വന്തം ആൺമക്കളുടെ കൂട്ടുകാരന്മാർ വീട്ടിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവരെ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും വെച്ചൊക്കെ കാണുമ്പോൾ അവരോട് അമിതമായിട്ടുള്ള സ്നേഹം കാണിക്കുക, അമിതമായിട്ടുള്ള അടുപ്പം കാണിക്കുക. മക്കളുടെ കൂട്ടുകാരന്മാർ തന്നെയല്ല, ഇപ്പോൾ ഒരു 35, 40 വയസ്സൊക്കെയുള്ള സ്ത്രീ, അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രായം എത്രയും ആയിക്കോട്ടെ, 80 വയസ്സ് ഇപ്പോൾ പ്രശ്നം തന്നെയാണ്. ഏത് പ്രായത്തിൽപ്പെട്ട സ്ത്രീയെ കണ്ടാലും അവളുടെ ലൈംഗികാവയവങ്ങൾ മാത്രം മനസ്സിലേക്ക് വരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രായവും പ്രശ്നം തന്നെയാണ്. ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ എൻ്റെ ഒരു മോൻ എന്നുള്ള ഒരു ഫീൽ എനിക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു കുഞ്ഞനിയൻ എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമ്മളിലുണ്ടാവും. അപ്പോൾ നമ്മൾ അധികമായിട്ട് ചിലപ്പോൾ വാത്സല്യം എന്നുള്ള രൂപത്തിലായിരിക്കും സ്നേഹം കാണിക്കുന്നത്, സ്നേഹമല്ലാതെ പ്രകടിപ്പിക്കും, നമ്മൾ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവൻ്റെ മനസ്സിൽ ഒരു അന്യ സ്ത്രീ എന്നുള്ള തോന്നൽ ഉപബോധ മനസ്സിൽ ഉണ്ടാവും. അപ്പൊ ശരിയായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്ത കുട്ടികൾ എന്ന നിലയിൽ ഇവരുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ചില കൺഫ്യൂഷനുകൾ ഉണ്ടാകും. എന്താണ് ഈ സ്നേഹം, എന്താണ് ഈ സ്നേഹത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുമ്പോൾ അവൻ ചിലപ്പോൾ ഒരു സുഖം അനുഭവിച്ചേക്കാം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ നിലവാരമില്ലാതെ ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊന്നും ആരും പറയില്ല. ഇപ്പൊ നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ബന്ധു വന്നാലോ, മുതിർന്ന ആളുകളൊക്കെ ആണെങ്കിലും കുട്ടികളെ എടുത്ത് മടിയിൽ വെക്കുന്നതോ അവരെ ചേർത്ത് പിടിക്കുന്നതോ ഒക്കെ ഒഴിവാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ് ഇതും. അതിൻ്റെ ആവശ്യമില്ല. വാത്സല്യം ശരീരത്ത് സ്പർശിച്ചോ അല്ലെങ്കിൽ അമിതമായിട്ട് പ്രകടിപ്പിച്ചോ നമ്മൾ കുടുക്കിൽ ചെന്ന് ചാടേണ്ട ആവശ്യമില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആൺമക്കളുള്ള അമ്മമാർ ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ ജനറലായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ഓരോ ആൺകുട്ടിയും
ഓരോ മക്കളും ഓരോ പ്രകൃതക്കാരായിരിക്കും, ഓരോ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കൂടി ഇന്നത് പറഞ്ഞു കൊടുക്കൂ എന്നൊന്നും പറഞ്ഞു തരാൻ ആരെക്കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. അവരുടെ സ്വഭാവവും ശീലവും രീതിയും അനുസരിച്ച് അവർക്ക് ഏത് ഭാഷയിൽ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകും, കൃത്യമായിട്ട് അവരത് മനസ്സിലാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ കൃത്യമായ സമയത്ത് അവർക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക. ഇതൊക്കെ പറഞ്ഞു തരേണ്ടി വരുന്നത് കാലം അത്ര മോശമാകുന്നു എന്നുള്ളതാണ്. നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ട ആൾ, അല്ലെങ്കിൽ ഒരു മുതിർന്ന സഹോദരിയുടെ സ്ഥാനത്ത് കാണേണ്ട ആളെ പോലും വെറും ഒരു പെണ്ണ്, എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, എനിക്ക് സുഖം പകരാൻ പറ്റുന്ന ഒരു പെണ്ണ് എന്നുള്ള നിലയിൽ മാത്രം നമ്മുടെ 18കാരും 16കാരും 17കാരും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഇടം വളരെ ഗൗരവമുള്ള ഇടമാണ്. നമ്മൾ അതിനെ എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ചേ മതിയാവൂ. എല്ലാ കാര്യത്തിനും നമ്മൾ നിയമത്തെയോ സർക്കാരിനെയോ ഒന്നും ആശ്രയിച്ചിട്ടും കാര്യമില്ല. വീടുകളിൽ നിന്ന് കൊടുക്കേണ്ടത് വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കണം. എങ്ങനെ സ്ത്രീകളെ ബഹുമാനിക്കാം, അത് ഏത് പ്രായത്തിലുള്ള സ്ത്രീ ആണെങ്കിലും അവരെ എങ്ങനെ ബഹുമാനിക്കണം, അവരോട് എങ്ങനെ പെരുമാറണം, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറിക്കൂടാ, ഇതൊക്കെ കൃത്യമായിട്ട് സ്വന്തം ആൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി മാതാപിതാക്കൾക്ക്, പ്രത്യേകിച്ച് അമ്മമാരാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവായിട്ടത് ചെയ്യാൻ സാധിക്കും. ഏത് ബന്ധത്തെ ആണെങ്കിലും അംഗീകരിക്കാൻ കുറേ ആളുകളുള്ള ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്. ഇപ്പോൾ അധ്യാപികയെ പ്രണയിക്കുന്ന വിദ്യാർത്ഥിയെ വരെ അംഗീകരിച്ചിട്ടുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ വന്ന ഒരു സിനിമ പോലും ഇവിടെ വൻ വിജയമായിട്ടുണ്ട്. അതിനെ ഒരു സിനിമയായിട്ട് കണ്ടല്ല അതിനെ വിജയിപ്പിച്ചത്, അതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. മനുഷ്യരത് കാണുന്ന ആൾക്ക് അത് ഫീൽ ചെയ്ത് അവരുടെ പ്രണയമാ കൊള്ളാം, അവരൊന്നിക്കട്ടെ എന്ന് തോന്നുന്നുണ്ട് നമുക്ക്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അരുതാത്ത ചിന്തകൾ നമ്മളും വളർത്തുന്നുണ്ട്. അതൊന്നും ഒരു സിനിമയുടെ ഭാഗമായിട്ടോ ഒരു തമാശയുടെ ഭാഗമായിട്ടോ പോലും സമ്മതിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ടാവരുത്. ഇത് സിനിമയുടെ കാര്യമല്ല ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ്. നിങ്ങളിൽ പലരും അറിഞ്ഞു കാണും. 9ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു ആൺകുട്ടി സ്വന്തം അധ്യാപികയുമായിട്ട് പ്രണയം, വിനോദയാത്രയ്ക്ക് പോകുന്നതിനിടയിൽ അവരെ എടുത്തുയർത്തിക്കൊണ്ടുള്ള ഫോട്ടോകളൊക്കെ പങ്കുവച്ചു. അതൊരു വലിയ വിഷയമായിരുന്നു. ഇന്ത്യയിൽ നടന്ന സംഭവമാണ്. അങ്ങനെ പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, പ്രായമില്ല, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വലിയ തെറ്റുകളെ ന്യായീകരിക്കാൻ പറ്റില്ല. അത് വേറെ ഇത് വേറെ. ചില സങ്കല്പങ്ങൾ മാത്രമാണ്. അത് യാഥാർത്ഥ്യങ്ങളാക്കാനുള്ള ശ്രമം വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് കൂടി വേണം. ഞാനിന്ന് സംസാരിച്ച ഈ വിഷയത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതും.